ഹായ് എവരിവൺ, വെൽക്കം ടു വിനു സിന്ധി ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒരു സ്പെഷ്യൽ ക്ലാസ് ആട്ടോ. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ക്ലാസ് ആണ്. നമ്മളിപ്പോ റിവിഷൻസ് ആണ് ചെയ്യുന്നെങ്കിൽ പോലും അതിനു മുമ്പ് ഒരു ചെറിയൊരു ടോപ്പിക് കിട്ടിയപ്പോ അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാന്ന് വിചാരിച്ചാണ് കേട്ടോ. വേറെ ഒന്നല്ല, നമ്മളിപ്പോ കേരളം വിട്ട് പുറത്തോട്ട് പോകുമ്പോ കുറെ ബോർഡ്സ് ഒക്കെ കാണുമല്ലോ, ഇൻഫർമേഷൻസും അതുപോലെ തന്നെ കുറെ എന്താ പറയാ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുള്ള കുറെ ബോർഡ്സ് ഒക്കെ കാണാൻ പറ്റും. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ എല്ലാവരും ഇത് വായിക്കാൻ ട്രൈ ചെയ്യും. പക്ഷെ ഹിന്ദിയിൽ എഴുതിയിരിക്കുന്ന ബോർഡ്സ് നമ്മൾ എത്ര പേര് ട്രൈ ചെയ്യാറുണ്ട് അതൊന്ന് വായിച്ച് അത് മനസ്സിലാക്കാനായിട്ട്? പലരും വായിക്കാറില്ല അല്ലെ. നമ്മുടെ കേരളത്തിലെ ഒരു 90% ആൾക്കാർക്കും ഹിന്ദി വായിക്കാൻ അറിയാമെങ്കിൽ പോലും നമുക്ക് എന്തോ അത് വായിക്കാനായിട്ട് തോന്നാറില്ല. ആക്ച്വലി അതാണ് സംഭവിക്കുന്നത് അല്ലെ. പക്ഷെ ഇങ്ങനെയുള്ള ബോർഡ്സിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാനുള്ളത് തന്നെയല്ലേ. അത് വായിക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ഹിന്ദി സംസാരിക്കാൻ പഠിക്കുന്നവരാ അല്ലെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇതാണ്. ഞാനിവിടെ ഒരു ബോർഡ് കാണിക്കാം കേട്ടോ. ഒരു ബോർഡ് കണ്ടപ്പോ അതങ്ങനെ എടുത്തു. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ്. അത് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കണം കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് സെന്റൻസ് എന്താണ്? മെനെ ബത്താ ദിയാ താ. മെനെ ബത്താ ദിയാ താ. എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നതാ അല്ലെ. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലെ. മെനെ ബത്താ ദിയാ താ, ഞാൻ പറഞ്ഞിരുന്നു എന്നാണ് കേട്ടോ. ഇനി അടുത്ത സെന്റൻസ് എന്താണ്? പെഹലെ ऐसे ही होता था. പെഹലെ ऐसा ही होता था. എന്താ അതിനർത്ഥം? മുമ്പ് അല്ലെ. പെഹലെ ऐसा ही होता था, ഇങ്ങനെയാണ് നടന്നിരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവിച്ചിരുന്നത് എന്ന് പറയുന്നതാ. അപ്പൊ അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പൊ എന്തെങ്കിലും ജോലി ആയിരിക്കാം. നീ എന്താ ഇങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുമ്പോ മുമ്പ് ഇങ്ങനെ ചെയ്തിരുന്നത് എന്ന് പറയുന്നതാ. ക്ലിയർ ആയോ? പെഹലെ ऐसा ही होता था, മുമ്പ് ഇങ്ങനെയാണ് നടന്നിരുന്നത് എന്ന് പറഞ്ഞതാ. ഓക്കെ. ഇനി അടുത്ത സെന്റൻസ് എന്താ? മെനെ സോച്ചാ താ. മെനെ സോച്ചാ താ എന്താണ്? ഞാൻ ചിന്തിച്ചിരുന്നു എന്ന് പറഞ്ഞതാ. പക്ഷെ നമ്മൾ പല അർത്ഥത്തിലോട്ടോ. ഇതിപ്പോ ഞാൻ പറയുന്നത്, ഈ ബോർഡ് ഞാൻ പറയുന്നത് പട്ടാള ക്യാമ്പിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ബോർഡാട്ടോ. അപ്പൊ അവിടെ ഹസ്ബൻഡ് ഓഫീസിൽ അവിടെ വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ്. അത് കണ്ടപ്പോ ഒന്ന് ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തന്നു എന്ന് മാത്രം. അവിടെ ഇത് പറഞ്ഞിരിക്കുന്ന വേറെ ഒന്നുമല്ല, ഇതൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളെന്നും പറഞ്ഞിട്ടാ. മനസ്സിലായോ? ഇതൊക്കെ അവിടുത്തെ എക്സ്ക്യൂസസ് ആണ്. ഈ എക്സ്ക്യൂസസ് ഒന്നും നിങ്ങൾ ഇവിടെ പറയണ്ട എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നതാ. പക്ഷെ നമുക്ക് ഈ ഒരു സെന്റൻസ് അവിടെ മാത്രമല്ലല്ലോ യൂസ് ചെയ്യാൻ പറ്റുന്നത്. മെനെ ഐസാ സോച്ചാതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു, അത് പല അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും അല്ലെ. പക്ഷെ ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് അതല്ല. നീ എന്താ ഇങ്ങനെ ചെയ്തേ എന്ന് ചോദിക്കുമ്പോ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ചെയ്തില്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ നിങ്ങൾ അങ്ങനെ പറയണ്ട, ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു പക്ഷെ ചെയ്യാൻ പറ്റിയില്ല എന്ന് നിങ്ങൾ പറയണ്ട എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നതിന്റെ അർത്ഥം. ഓക്കെ. മെനെ സോച്ചാത്ത, ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ പറയരുതെന്നാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. നിങ്ങൾ വിട്ടോളൂ, പട്ടാള ക്യാമ്പിന്റെ അത് വിട്ടോളൂ. നിങ്ങൾ സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ മതി. ഞാൻ ചോദിക്കുന്നതിന്റെ മലയാളം ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഇനി അടുത്ത സെന്റൻസ് ആണ് മേരേക്കോ മാലൂം നഹി. ഞാൻ പറഞ്ഞു കാണത്തില്ല അല്ലെ. മുജേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു കമന്റ് വന്നിരുന്നു, മേരേക്കോ വെച്ച് സംസാരിക്കാറുണ്ട്, തെറ്റാണോന്ന്. പക്ഷെ അത് സംസാരിക്കാം. ഈ നോർത്ത് സൈഡിലൊക്കെ സംസാരിക്കുന്നതാണ്. മെരക്കോ എന്ന് പറഞ്ഞാലും മുജെ എന്ന് പറഞ്ഞാലും എനിക്ക് എന്നാണ്. മെരക്കോ ദോ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തരൂ എന്നൊക്കെ തന്നെയാണ്. അപ്പൊ ഈ മെരക്കോ വെച്ച് സംസാരിക്കുന്നതും തെറ്റല്ല കേട്ടോ. എനിക്ക് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ എന്നോട് മെരക്കോ പോലാന്നൊക്കെ പറയും, എന്നോട് പറഞ്ഞു എന്നൊക്കെ കേട്ടോ. അപ്പൊ മെരക്കോ നെഹി പത്ത എന്ന് പറയുമ്പോ എന്താണ്? മുജെ നെഹി മാലൂം എന്നുള്ളതാണ്, എനിക്ക് അറിയില്ല എന്നുള്ളതാ. അപ്പൊ അവിടെ അതും പറയരുത്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എന്നുള്ളത് റിപ്ലൈ കൊടുക്കരുതെന്നാണ് അവരുദ്ദേശിച്ചത്. സോറി, മേരേക്കോ മാലൂം നെഹി അതാണ് എഴുതിയിരിക്കുന്നത് അല്ലെ. ഓക്കെ. സെയിം തന്നെയാണ്, എനിക്ക് അറിയില്ല. ഓക്കെ. അടുത്ത എന്താണ്? മേ അഭി ഛുട്ടി സേ ആയാ ഹൂം. എന്താ ക്ലിയർ ആയേ? മേ അഭി ഛുട്ടി സേ ആയാ ഹൂം. ഞാൻ ഇപ്പോ ലീവ് കഴിഞ്ഞ് വന്നുള്ളൂ എന്നാ പറയുന്നത്. അവധിയായിരുന്നു, അവധി കഴിഞ്ഞ് വരുവാണ്. അപ്പൊ പറയാണ് മേ അഭി ഛുട്ടി സേ ആയാ ഹൂം, ഞാൻ ഇപ്പോൾ ലീവ് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ എന്ന് പറയുന്നതാ. ക്ലിയർ ആയോ? അടുത്ത സെന്റൻസ് മേ ചുട്ടി പർത്ത. എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോ പറയാണ് എനിക്കറിയില്ല, ഞാൻ ലീവിലായിരുന്നു എന്ന് പറയത്തില്ലയോ, അതാണ് മേ ചുട്ടി പർ ഥാ. എന്താ അർത്ഥം വരുന്നത്? ഞാൻ ലീവിലായിരുന്നു. മേം. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെന്റൻസ് യൂസ് ചെയ്യാം അല്ലെ. എനിക്കറിയില്ല, ഞാൻ ലീവിലായിരുന്നു. മേം ചുട്ടി പർ ഥാ, മുझे नहीं मालूम, मुझे मालूम नहीं, മേം ചുട്ടി പർ ഥാ എന്നുള്ളതാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത സെന്റൻസ് എന്താ എഴുതിയിരിക്കുന്നത്? മേം അത് വായിക്കാൻ പറ്റുന്നുണ്ടോ?
പോസ്റ്റിംഗ് അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. മേം പോസ്റ്റിംഗ് ഡിസ്ചാർജ് ജാനെ വാലാ ഹൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫർ കേട്ടോ. ഇപ്പൊ എന്തെങ്കിലും ഫൈനൽ സിറ്റുവേഷനിൽ ഇപ്പൊ എന്തെങ്കിലും ചോദിക്കുകയാണ്, നമുക്ക് ട്രാൻസ്ഫർ ഒക്കെ വന്നിരിക്കുക, ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയാണ് അയ്യോ എനിക്ക് പറ്റത്തില്ല, ഞാൻ പോസ്റ്റിംഗ് പോവാൻ പോവാ, അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് അല്ല, നമ്മള് ഇവിടുന്ന് പോകത്തില്ലയോ, എന്താ പറയുന്ന പെൻഷൻ പോകത്തില്ലയോ, അതിനെയാണ് കേട്ടോ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പോവാൻ പോവാണ്, എനിക്കറിയില്ല എന്ന് പറയരുത് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. മേം പോസ്റ്റിംഗ് അല്ലെങ്കിൽ ഡിസ്ചാർജ് ജാനെ വാലാ ഹൂം, ഞാൻ പോസ്റ്റിംഗ് പോവുകയാണ് എന്ന് പറയണ്ട എന്നുള്ളതാണ്. അടുത്ത സെന്റൻസ് മേനെ ആജ് ഹി ചാർജ് ലിയാ ഹെ. എന്താണ് മേനെ ആജ് ഹി, ഞാൻ ഇന്ന് തന്നെ ചാർജ് എടുത്തതേ ഉള്ളൂ. നമ്മൾ ഓഫീസിലൊക്കെ പറയും അല്ലെ, ഞാൻ ഇന്ന് തന്നെ ചാർജ് എടുത്തതേ ഉള്ളൂ, ഇന്ന് തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം അല്ലെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളൊക്കെ. അങ്ങനെ പറയരുത് എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. മേനെ ആജ് ഹി ചാർജ് ലിയാ ഹെ. ക്ലിയർ ആയില്ലേ? നിങ്ങൾ ഇതൊന്നും മനസ്സിലാക്കണം, നിങ്ങൾ ആ സെന്റൻസിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ മാത്രം നോക്കിയാൽ മതി. ഒരു ബോർഡ് ഞാൻ തന്നേ ഉള്ളൂ, ഇതുപോലെ ഒത്തിരി പല പല ഇൻഫോർമേഷൻസും അതുപോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ ഹിന്ദിയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അതൊക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഇങ്ങനെ ഒരു ചെറിയ ബോർഡ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. എന്തെഴുതി വെച്ചാലും നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. കാരണം എന്താ, നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ ബോർഡ്സ് കണ്ടു കഴിഞ്ഞാൽ വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് നമുക്ക് പലർക്കും പറയേണ്ടി വരുന്നതാണ്. യേ ലോഗ് മേരി ബാത് നഹി സുൻതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യേ ലോഗ് മേരി ബാത് നഹി സുൻതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകള് നമ്മുടെ ഇപ്പൊ കീഴിലുള്ള ആളുകള്, ഇപ്പൊ സൂപ്പർവൈസേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ മാനേജേഴ്സ് ഉണ്ടാവാം, ഒത്തിരി പേരുണ്ടാവാം അല്ലെ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത്. അവർക്ക് പറയേണ്ടി വരികയാണ് എന്തെന്ന്, ഈ ആളുകള് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന്. മനസ്സിലായോ? അപ്പൊ സീനിയർ ഓഫീസേഴ്സ് പറയല്ലേ, അതെന്ന് നിങ്ങൾക്കും അറിയാൻ പറ്റുന്നുണ്ടാവും എന്തെന്ന്, ഇങ്ങനെ ഒരു വാക്ക് ഇവിടെ വന്ന് പറയണ്ട എന്ന് സീനിയർ ഓഫീസേഴ്സ് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അല്ലെ. യേ ലോഗ് മേരി ബാത് നഹി സുൻതേ, ഈ ആളുകൾ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ലാസ്റ്റ് സെന്റൻസ് എന്താണ്? ബഹുത് കാം ബച്ചാ ഹുവാ ഹെ അല്ലെ. ക്ലിയർ ആയോ? ബഹുത് കാം ബച്ചാ ഹുവാ ഹെ എന്ന് പറഞ്ഞാൽ എന്താ? ബച്ചാ ഹുവാ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ബച്ചുന കാന ബച്ചുകയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയായി എന്നുള്ളതാ. അപ്പൊ ഇവിടെ എന്താണ്? കാമാണ് അല്ലെ, ധാരാളം ജോലി ബാക്കിയുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ബാക്കി എന്നുള്ള വേർഡും ഹിന്ദിയിൽ യൂസ് ചെയ്യും. ഇവിടെ ഇപ്പൊ ഇതാണ് എഴുതിയിരിക്കുന്നത്, ബഹുത് കാം ബച്ചാ ഹുവാ ഹെ, ഒത്തിരി ജോലി ബാക്കിയുണ്ട്. പിന്നെ ഉള്ളത് പട്ടാള ക്യാമ്പിൽ പറയുന്ന കേട്ടോ, നിങ്ങൾക്ക് ആവശ്യം വരുന്നതായിരിക്കില്ല, പലർക്കും ആവശ്യം വരുന്നതായിരിക്കില്ല. എന്തൊക്കെയാണ്? PT, ഗെയിം ഓർ ഡ്യൂട്ടി മാഫ് കർദേം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? PT ഉണ്ടാവും അല്ലെ, അവർക്ക് PT ഉണ്ട്, അതുപോലെ ഗെയിം ഉണ്ട്, അതുപോലെ തന്നെ ഡ്യൂട്ടി ഉണ്ട് അല്ലെ. ഡ്യൂട്ടി അല്ല, മാഫ് കർദേ എന്ന് ഉദ്ദേശിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ള അർത്ഥത്തിലാ. ഒത്തിരി ജോലിയുണ്ട്, അപ്പൊ PTക്കോ അല്ലെങ്കിൽ ഗെയിമിനോ അതല്ലെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടി ചെയ്യാനോ വിടല്ലേ എന്ന് പറയുന്നതാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇത് നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ജസ്റ്റ് ഒരു ബോർഡ് കണ്ട അത് വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാനിപ്പോ ക്ലിയർ ചെയ്ത് തന്നതാ. ഇത് നമ്മൾ എഴുതി വെച്ച സെന്റൻസ് ഒന്നല്ലല്ലോ, അവര് എഴുതി വെച്ച സെന്റൻസ് നമ്മൾ വായിച്ചു, നമുക്ക് ക്ലിയർ ആയി. നമ്മൾ വായിക്കാൻ ശ്രമിച്ചാലേ നമുക്കത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ അല്ലെ. അപ്പൊ ഹിന്ദി സംസാരിക്കാനായിട്ട് ഒത്തിരി ആഗ്രഹമുള്ളവരുണ്ടാവും, പറ്റാത്തവരുണ്ടാവും. ഇവരൊക്കെ ഹിന്ദിയിലോട്ട് അടുക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് അല്ലെ, നമുക്ക് അറിയാത്തൊരു ഭാഷയല്ലേ. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്നവര് ഹിന്ദിക്കാരുടെ ഒപ്പം ജീവിക്കുന്നവർക്കാണ്. ഹിന്ദിക്കാരുടെ ഒപ്പം ജോലി ചെയ്ത് ജീവിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സൊക്കെ ഭാഗം കാണുമ്പോഴത്തേക്കും പിന്നെ സംസാരിക്കാനായിട്ടുള്ള ഒരു ധൈര്യം കിട്ടും, അതുപോലെ തന്നെ സംസാരിക്കാൻ ശ്രമിക്കാൻ തുടങ്ങും. അതല്ലാതെ നമ്മുടെ കേരളത്തിൽ ഇരുന്ന് കാണുന്നവർ ഒരുപാട് പേരുണ്ടാവും അല്ലെ, ഒത്തിരി പേര് ഹിന്ദി ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ എന്ത് അവസരം കിട്ടിയാലും മിസ് ചെയ്യരുത്. ഇവൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഒരു ഹിന്ദിക്കാരനെ കണ്ട, ഇപ്പം മാർക്കറ്റിലോ എവിടെയെങ്കിലും പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്ന തട്ടിമുട്ടി പറയാൻ ശ്രമിക്കുക. എന്നാൽ തന്നെ നമ്മുടെ ഭാഷ അങ്ങോട്ട് ഇമ്പ്രൂവ് ആയി വരുള്ളൂ കേട്ടോ. കഴിഞ്ഞിട്ടില്ല, ഇന്ന് നമ്മുടെ ചെറിയൊരു പാട്ട് റിവിഷനും കൂടിയുണ്ട്. ഇന്നത്തെ പാട്ട് ഇതാണ്, പഠേഗ പഠേഗി പഠിത്താഹെ. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും കമന്റ്സിൽ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ ഒന്നുകൂടി റിവിഷൻ ചെയ്ത് വരുന്ന കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടേ ഞാൻ പറയുള്ളൂ, ജസ്റ്റ് നിങ്ങളൊന്ന് റിമൈൻ ചെയ്ത് പോകുന്നത് മാത്രം, എക്സ്പ്ലനേഷൻ ഒന്നും ഒത്തിരി ഉണ്ടാവില്ല. പഠേഗ എന്താ അർത്ഥം വരുന്നത്? ചെയ്യേണ്ടി വരും എന്ന് പറയുന്നതാണ്. ഓക്കെ, എന്നോട് ഇതും കമന്റിൽ ഡൗട്ട് ആയിട്ട് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നെ ഇത് എടുത്തിട്ട് വന്നത്. വേറൊന്നുമല്ല, കർനാഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. കർനാഹെ
അവിടെ കർണ പടേക എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ എന്നാണ് ചോദിച്ചത്. കർണ പടേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഡിഫറെന്റ് ആയല്ലേ? എങ്ങനെയാണ്? ചെയ്യേണ്ടി വരും എന്നായി. ക്ലിയർ ആയോ? കാം കർണ ഹേ, ജോലി ചെയ്യണം. കാം കർണ പടേക, അതൊരു ബുദ്ധിമുട്ടായിട്ട് പറയണം നമ്മൾ. കർണ പടേക, ചെയ്യേണ്ടി വരും. അവിടെയാണ് നമ്മൾ ഈ പടേക പടേകയൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നാളെ അവധിയാണ്, പക്ഷെ എനിക്ക് ഓഫീസിൽ പോകേണ്ടി വരും. എങ്ങനെയാ പറയാ? നാളെ അവധിയാണ്, സൺഡേ എന്തെങ്കിലും ആയിക്കോട്ടെ. കൽ ചുട്ടി ഹേ, കൽ ചുട്ടി ഹേ, പക്ഷെ എനിക്ക് ഓഫീസിൽ പോകേണ്ടി വരും. അവിടെയാണ്. മനസ്സിലാവുന്നുണ്ടോ? पर मुझे ऑफिस जाना पड़ेगा, पर मुझे ऑफिस जाना पड़ेगा. कल छुट्टी है पर मुझे ऑफिस जाना पड़ेगा. ക്ലിയർ ആവുന്നുണ്ടോ? അവിടെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? പടേക എന്നുള്ള വാക്ക്. നാളെ ചുട്ടിയാണ്, പക്ഷെ എനിക്ക് ഓഫീസിൽ പോകേണ്ടി വരും. ഓക്കെ, അതുപോലെ എനിക്ക് നാളെ തന്നെ പോകണം. ഇവിടെ പടേകയുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് നാളെ തന്നെ പോകണം. എങ്ങനെയാണ്? മുझे കൽ ഹി ജാനാ ഹെ, അവിടെ ഹി ആണ് നമ്മൾ പ്രയോഗിച്ചത്. ക്ലിയർ ആവുന്നുണ്ടോ? മുझे കൽ ഹി ജാനാ ഹെ, അവിടെ ഹി എന്നുള്ളത് എടുത്ത് പറയുന്നത് നമ്മൾ കേൾക്കില്ല. നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ എന്നേ കേൾക്കുള്ളൂ, കല്ലി എന്നേ പറയുള്ളൂ കേട്ടോ. അതവിടെ ഹി പറയുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊണൗൺസിയേഷൻ പുറത്തോട്ട് കേൾക്കാത്തത് കൊണ്ടാണ്. ഓക്കെ, എന്നോട് ആരോ ചോദിച്ചിരുന്നു കല്ലി എന്നല്ലേ പറയാ, അല്ലാണ്ട് കൽഹി എന്ന് പറയണ്ടല്ലോ എന്ന്. പറയാൻ പറ്റിയ ബെസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, മുझे കലി ജാനാ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാളെ തന്നെ പോകണം എന്നായി. മനസ്സിലാവുന്നുണ്ടോ? അവിടെ പടേക വന്നില്ല. പക്ഷെ എനിക്ക് നാളെ പോകണം എന്നാണെങ്കിലോ? എനിക്ക് നാളെ പോകണം. വളരെ സിമ്പിൾ അല്ലേ? മുझे കൽ ജാനാ ഹെ. നിങ്ങൾ ആ ഒരു മാറ്റങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. മുझे കൽ ജാനാ ഹെ എന്ന് പറഞ്ഞാൽ എനിക്ക് നാളെ പോകണം എന്നായി. ഇനി എനിക്ക് നാളെ പോകേണ്ടി വരും. എങ്ങനെയാണ്? മുझे കൽ ജാനാ പടേക, അവിടെ പടേക വന്നു. ക്ലിയർ ആയോ? മുझे കൽ ജാനാ പടേക. ഓക്കെ, ഇനി നാളെ തന്നെ പോകേണ്ടി വരും എന്നാണെങ്കിലോ? മുझे കല്ലി ജാനാ പടേക. മനസ്സിലാവുന്നുണ്ടോ? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. റിവിഷൻ ആകുമ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആവും. നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, പലരും മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ റിവിഷനിൽ വന്ന കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, നിനക്ക് എപ്പോ പോകണം? ചോദിക്കും, നിനക്കോ അല്ലെങ്കിൽ താങ്കൾക്കോ എപ്പോ പോകണം? ആപ്കോ കബ് ജാനാ ഹെ, അല്ലേ? ആപ്കോ കബ് ജാനാ ഹെ. ഇനിയിപ്പോ നമ്മുടെ ഓഫീസിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ഫ്രണ്ട് പറയാണ്, എനിക്ക് നേരത്തെ പോണടാ എന്ന് പറയുമ്പോ നിനക്ക് എപ്പോ പോകേണ്ടി വരും? എപ്പോൾ പോകേണ്ടി വരും എന്ന് ചോദിക്കുമ്പോ കേട്ടോ. അപ്പൊ എങ്ങനെ ചോദിക്കുക? തുമേ കബ് ജാനാ പടേക. മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് എപ്പോ പോണം എന്നാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ നമുക്ക് രണ്ടും ചോദിക്കാം, രണ്ട് അർത്ഥം ഉണ്ടല്ലോ. നിനക്ക് എപ്പോ പോണം? കബ് ജാനാ ഹെ എന്ന് ചോദിക്കാം. ഇനി എടാ എപ്പോ പോകേണ്ടി വരും? നമ്മളവിടെ റിക്വസ്റ്റ് പോലെ ചോദിക്കുകയാണ്. ആളെ നിർത്തണമെന്ന് നമുക്ക് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ചോദിക്കാം, നിനക്ക് എപ്പോ പോകേണ്ടി വരും? മാക്സിമം നിക്കണം എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കണേ അല്ലെ? അവിടെയാണ് തുമേ കബ് ജാനാ പടേക, നിനക്ക് എപ്പോ പോകേണ്ടി വരും അങ്ങനെ ചോദിക്കുന്നത് കേട്ടോ. അതല്ലെങ്കിൽ എത്ര മണിക്ക് പോകേണ്ടി വരും? കിത്തനെ ബജെ ജാനാ പടേക, കിത്തനെ ബജെ ജാനാ പടേക. ഒരു 6 മണിയാണെങ്കിൽ 6 ബജെ, തബ് തക് സോറി, അതുവരെ അതിനുള്ളിൽ കഴിഞ്ഞോളും പ്രോഗ്രാം എന്ന് പറയുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോ ഇതുപോലെ തന്നെ നോർമൽ ടൈം അല്ലാതെ സ്പെഷ്യൽ ആയിട്ട് കാര്യത്തിന് നമ്മളെ വിളിക്കുവാണ്. അപ്പൊ നമ്മൾ ചോദിക്കണേ, എത്ര മണിക്ക് വരേണ്ടി വരും? നാളെ എനിക്ക് എത്ര മണിക്ക് വരേണ്ടി വരും? കൽ മുझे കിത്തനെ ബജെ ആനാ പടേക. മനസ്സിലായോ? അത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചോദിക്കണേ, എത്ര മണിക്ക് വരേണ്ടി വരും, എത്ര മണിക്ക് വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിത്തനെ ബജെ ആനാ ഹെ എന്നുള്ളതാണ്. സിറ്റുവേഷൻ രണ്ടിനും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേറെ വേറെ സെന്റൻസുകൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കേട്ടോ. രണ്ടിനും ചെറിയ വ്യത്യാസമുള്ളൂ, പക്ഷെ അർത്ഥവ്യത്യാസം നല്ലപോലെ ഉണ്ട് അല്ലെ? അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പടേക വെച്ചിട്ടുള്ള സംസാരങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. ഇനി എന്താ? ഇനി പഠിത്താഹെ എന്നൊരു വാക്ക് കേൾക്കാം അല്ലെ? പഠിത്താഹെ, ഇത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന കേട്ടോ. ഇത് തന്നെയാണ് പഠിത്താഹെ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഒത്തിരി കഠിനാധ്വാനം ചെയ്യണം എന്ന് പറയുമ്പോൾ എന്താണ്? ചെയ്യേണ്ടി വരും. ബഹുത് മേഹനത് കർണാ പടുത്താഹെ, ബഹുത് മേഹനത് കർണാ പടുത്താഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും എന്ന് ഉദ്ദേശിക്കുന്നതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും അല്ലെ? കോശിഷ് കർണാ പടുത്താഹെ, പരിശ്രമിക്കേണ്ടി വരും. അവിടെയാണ് ഈ പഠിത്താഹെ എന്നുള്ളൊരു വാക്ക് യൂസ് വരുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ മക്കളോടൊക്കെ പറയും അല്ലെ, എപ്പോഴും വലിച്ചു വാരിയിടുമ്പോ പറയും, എപ്പോഴും പറയേണ്ടി വരും. മുझे റോജ് ബോൽനാ പഠിത്താഹെ, എനിക്ക് എപ്പോഴും പറയേണ്ടി വരും എന്ന് പറയുന്നതാണ്. മുझे റോജ് എന്ന് പറയുമ്പോ ഡെയിലി എന്നുള്ള അർത്ഥത്തിലാട്ടോ. മുझे റോജ് ബോൽനാ പഠിത്താഹെ. ക്ലിയർ ആയോ? ഇനി ഈ പഠിത്തയില് പട് നമ്മളൊന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ, പട് ഗിർപടാഹെ എന്തായിരുന്നു? ഗിർപടാഹെ എന്ന് പറഞ്ഞ വോ വഹാം ഗിർപടാഹെ, അത് അവിടെ വീണ് കിടക്കുന്നു. അങ്ങനെ ഒരു പടയുണ്ട്.
മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാ സിറ്റുവേഷൻസും നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെ എല്ലാം കൂടി പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നതല്ല കേട്ടോ. നിങ്ങൾ പഠിച്ചു പോയിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും പറയുമ്പോൾ നമ്മൾ എല്ലാം കൂടി ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു പടാ ഉണ്ട് അല്ലെ, വഹാം ഗിർ പടാഹെ, അല്ലെങ്കിൽ പനി പടാഹെ, വഹാം പനി പടാഹെ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അവിടെ വെള്ളം വീണിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി ഈ പടം എവിടെയാ കെട്ടിയിരിക്കുന്നത്? പഠന എന്നുള്ള അർത്ഥത്തില്. അക്ഷരങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പ്രൊനൗൺസിയേഷൻ അറിയാത്തവർക്ക് എല്ലാം ഒരുപോലെ തോന്നുന്നതാണ് കേട്ടോ. പഠന അറിയാലോ? മേര ബച്ച അച്ചേസെ പഠിത്താ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എന്റെ കുട്ടി നന്നായിട്ട് പഠിക്കും എന്ന് പറയുന്നതാ. മേര ബച്ച അച്ചേസെ പഠിത്താ ഹേ, എന്റെ കുട്ടി നന്നായിട്ട് പഠിക്കും എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഈ പഠനയ്ക്ക് എന്താണ്? വേറൊരു അർത്ഥം കൂടി ഉണ്ട്. എന്താണ്? വായിക്കുക എന്നുള്ള അർത്ഥത്തിലുണ്ട് അല്ലെ. ഓക്കെ, പഠന എന്ന് പറയുന്നത് പഠിക്കുക എന്ന് പറയുന്നതും വായിക്കുക എന്ന് പറയുന്നതും ഒരർത്ഥം വരുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ്? സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കണം അല്ലെ. പഠിക്കാനാണ് പറയണെങ്കിൽ പഠായി കരോ എന്ന് പറയും നമ്മള്. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഉറക്കെ വായിക്കൂ എന്ന് പറയണമെങ്കിൽ ജോർസെ പഠോ എന്ന് തന്നെയാ പറയാം അല്ലെ. അപ്പൊ അവിടെയും നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിലാക്കുന്നതാണ്. അതല്ലാതെ ഇതൊന്നും ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളല്ല കേട്ടോ. ഇനി ഇന്നത്തെ ചോദ്യം കേട്ടോ, ഇത് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇത് തിരിച്ച് കൊടുക്കേണ്ടി വരും. ഹിന്ദിയിൽ വിടണം കേട്ടോ. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞേ? എനിക്ക് ഹിന്ദി സംസാരിക്കാൻ കഴിയും അല്ലെ. അപ്പൊ അവിടെയും ഒരു ഡൗട്ട് എന്നോട് ചോദിച്ചിരുന്നു. ഇത്രയേ ഉള്ളൂ. അതിനർത്ഥം എന്താ? സോറി, അതിന്റെ ഹിന്ദിയിൽ പറയുന്നത് മേം ഹിന്ദി ബോൾ സക്താഹും അല്ലെങ്കിൽ ബോൾ സക്തിഹും, സ്ത്രീലിംഗവും പുല്ലിംഗവും ആരാണ് പറയുന്നത് അതനുസരിച്ച്. അതല്ലെങ്കിൽ ബാത് കർ സക്തിഹും, ഇതൊക്കെ പറയാം കേട്ടോ. അതൊക്കെ ക്ലിയർ ആണ്. അവിടെ മുജെ വെച്ചിട്ട് പിന്നെയും എനിക്ക് സെന്റൻസ് വന്നിരുന്നു. പക്ഷെ ഞാൻ ആ ക്ലാസ്സിൽ പറയുന്നുണ്ട്, നമ്മൾ ഈ കഴിയും എന്നുള്ള വാക്ക് അത് സംസാരിക്കുമ്പോൾ ഗ്രാമറിന്റെ വശമാണ് മേം വെച്ചിട്ട് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ മുജെ വെച്ച് സംസാരിച്ചു എന്ന് വെച്ചിട്ട് ഒരു തെറ്റുമില്ല. കാരണം ഗ്രാമർ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോഴാണ്, നമ്മൾ സംസാരിച്ച് കുറെ കഴിയുമ്പോഴാണ് ഈ ഗ്രാമർ എല്ലാം നമ്മൾ തന്നെയാണ് സ്വയം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതല്ലാതെ ആരും വന്ന് നമ്മൾ ക്ലിയർ ചെയ്യുന്നതല്ല. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ മുജ വെച്ച് സംസാരിച്ചാലും കുറെ നാൾ കഴിയുമ്പോൾ നിങ്ങൾ അറിയാതെ അത് മേ ആയി മാറിത്തീരുന്നതാണ്. അപ്പൊ അതൊന്നും ടെൻഷൻ അടിക്കണ്ട. മുജ ഹിന്ദി ബാത് കർ സക്തിഹും എന്നല്ലെങ്കിൽ ബോൾ സക്തിഹും എന്നൊക്കെ പറഞ്ഞ ഒരു തെറ്റുമില്ല കേട്ടോ. അതൊക്കെ സംസാര ഭാഷയിൽ അതൊന്നും ഒരു ഇഷ്യൂ അല്ല. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോരുത് കേട്ടോ. പിന്നെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ ആരും മറന്നു പോകരുത്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.